Hi dears, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ ബജി റെഡിയാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഫ്ഡ് മുളക് ബജി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ 5 ബജി മുളക് എടുത്തിട്ടുണ്ട്. ഇനി മുളകിൻ്റെ മിഡിലായിട്ട് കട്ട് ചെയ്തിട്ട് സീഡ്സ് എല്ലാം എടുത്തു മാറ്റുക. മുളകിൻ്റെ എൻഡ് കട്ടായി പോവാതെ വേണം സീഡ്സ് എല്ലാം എടുത്തു മാറ്റാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുളകുകളെല്ലാം സീഡ്സ് കളഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ബജിക്ക് ഒരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ബജിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാലേ മുളക് ഡിപ്പ് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ പിടിക്കുള്ളൂ. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വേവിച്ച് ചേർക്കുകയും ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ്. ചിക്കൻ 2 സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ചൂടാറിയതിന് ശേഷം ചിക്കൻ ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അധികം പൊടിഞ്ഞു പോവാതെ തന്നെ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ചിക്കനിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗാർലിക് പേസ്റ്റ് ആകെ 5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അത് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുളകിൽ സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സീഡ്സ് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഈ മുളകിൽ 1 ടേബിൾ സ്പൂൺ വീതം ഈ ചിക്കൻ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുളകുകളിലും ഈ ചിക്കൻ മിക്സ് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാത്തിലും ചിക്കൻ മിക്സ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുളകുകൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ മുങ്ങി പൊരിക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബജിയൊക്കെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുള്ള ബജികൾ ഓയിലിൽ നിന്ന് കോരിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. കെച്ചപ്പ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.